ചരിത്രപ്രസിദ്ധമായ അത്തം ഘോഷയാത്ര അതിൻ്റെ ഒരു പൊലിമയും വിട്ടുപോകാതെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ സംഘം അവിടെ തയ്യാറായിരിക്കുന്നത്. രാജവീഥികളെ വർണ്ണശബളമാക്കിയുള്ള ഘോഷയാത്രയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാരും കലാകാരികളും ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ 9:30-ക്കാണ് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി പി രാജീവ് അത്ത പതാക ഉയർത്തും. ഹൈബിയുടെ MP ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ റിപ്പോർട്ടർമാരെല്ലാം ഉണ്ട്. പല പല പോയിന്റുകളിലായി നിൽക്കുന്നു. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. എന്തായി ഒരുക്കങ്ങൾ ഘോഷയാത്രയുടെ? ഓണനിലാവ്, ഓണ വെളിച്ചം, ഓണപ്പുലരി, എന്താണ് അവിടെ? നമസ്തേ, ഓണാശംസകൾ പ്രദീപ് സാറേ. വീണു ചേച്ചി, നല്ല വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തം ഇങ്ങനെ പൊട്ടി വിടർന്ന് നിൽക്കുമ്പോൾ അത്തച്ചമയങ്ങൾ വിടരാൻ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലുള്ള എല്ലാ വീടുകളിലും അത്തപ്പൂക്കളമെല്ലാം ഇട്ട് ഓണത്തെ വരവേൽക്കുമ്പോൾ തൃപ്പൂണിത്തറ ഇന്ന് അത്തച്ചമയം ഒരുക്കി വലിയൊരു ഒരു 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 പൊട്ടിത്തെറിയാണ് ഈ ഒരു അത്തച്ചമയം എന്ന് പറയുന്നത്. കാരണം എല്ലാ ചടങ്ങുകളും സാധാരണ മന്ദഗതിയിൽ തുടർന്ന് ഏറ്റവും അവസാനം വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടെയുള്ളൊരു കുട്ടിക്കലാശമാണെങ്കിൽ ഓണത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം പിന്നെ ഒരു വലിയൊരു ഗ്രാൻഡ് പരിപാടികളിലൂടെയാണ് തുടങ്ങുന്നത്. ആ പരിപാടിയാണ് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നത്. അത്തച്ചമയം നമുക്ക് പ്രൗഢഗംഭീരമാണ് എല്ലാ വർഷവും. ഇത്തവണയും അത് യാതൊരു വിധത്തിലും ഒരു കോട്ടം തട്ടാത്ത വിധത്തിൽ മാറ്റുകുറയാത്ത തരത്തിൽ ഇത്തവണയുമുണ്ട്. അതിമനോഹരമായി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തച്ചമയത്തിന് വ്യക്തിപരമായി ഞാൻ ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ എത്തുന്നത്. പക്ഷേ അത്തച്ചമയം നിരവധി തവണ TV-യിലൂടെ എല്ലാം കണ്ട് പരിചയമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംഘത്തിലുള്ള പലരും ആദ്യമായിട്ട് കാണാൻ എത്തുന്നവരുണ്ട്. വർഷങ്ങളായി അത്തച്ചമയം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തഴക്കവും പഴക്കവും പുതുമയും എല്ലാം നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ കാണാമെന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആദ്യമായിട്ട് കാണുന്ന അത്തച്ചമയവും വർഷങ്ങളായി കാണുന്ന അത്തച്ചമയവും തമ്മിലുള്ള വ്യത്യസ്തതയും എല്ലാം നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വേദിയെല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഒരു അത്തച്ചമയ ഘോഷയാത്ര നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും മഴയിൽ മുങ്ങിക്കളിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര പല വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരിക്കൽ പോലും അതിൻ്റെ മാറ്റു കുറയുകയോ അല്ലെങ്കിൽ ആ കാർമേഘങ്ങൾ ഒരിക്കലെങ്കിലും അത്തച്ചമയത്തെ ദോഷകരമായി ബാധിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അത്തച്ചമയത്തിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഒരുപക്ഷെ കടുത്ത വെയിലാണെങ്കിൽ ഈ ചമയങ്ങളും അവിടുത്തെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നിരവധിയായിട്ടുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ വെട്ടിത്തിളങ്ങുന്ന ചന്തമായിരിക്കും. അതേസമയം തന്നെ അതിവലിയ മഴയാണെങ്കിൽ ഈ ചമയങ്ങളെല്ലാം ഈ മഴച്ചാർത്തിലൂടെയുള്ള ഒരു ചമയച്ചന്തം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാണാനെത്തുന്ന ആളുകളെല്ലാം തന്നെ ഈ വഴിയോരത്ത് ഈ കുട നിവർത്തിക്കൊണ്ട് ഒരു വലിയൊരു രാജപാത തന്നെ ഒരുക്കും. വഴിനീളെ കുടയും നടുവിലൂടെ അതിൻ്റെ ഒരു ഘോഷയാത്രയും കടന്നു വരുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ പല വർഷങ്ങളിലും നമ്മൾ TV സ്ക്രീനിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഏത് തരത്തിലുള്ള കാഴ്ചയാണ് എന്ന് പറയാൻ വയ്യ. കാരണം ഇടവിട്ട് ചെറിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. ഇപ്പോൾ ചെറിയ പുറത്തുനിന്ന് ലൈവ് നൽകാൻ നിൽക്കുന്ന സമയത്താണ് ചാറ്റൽ മഴ വന്നത്. അങ്ങനെ കയറി ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. ഏതായാലും നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി തന്നെ നടക്കുന്നു. അതിനുശേഷം ഇവിടെ ഈ കൊടി ഉയർത്തുകയും അതുപോലെ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്യും. ചരിത്രപരമായി വലിയ സവിശേഷതയുണ്ട്. നമുക്ക് ഈ ഒരു വലിയ പ്രൗഢ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത്. ചേര രാജാക്കന്മാർ തുടങ്ങി വെച്ചതാണ് എന്ന് ചരിത്രാന്വേഷികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി രാജാക്കന്മാർ അതിന് തുടരുകയും ചെയ്തു. 1961 ജനകീയമായി ഈ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയും വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പും സാംസ്കാരിക സമ്പന്നതയും എല്ലാം വിളിച്ചോതുന്ന ഒരു ചടങ്ങായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. രാജാവ് എഴുന്നള്ളുകയും അതുപോലെ തന്നെ സൈന്യവും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ കലാസമ്പന്നതയും വ്യക്തമാക്കുന്ന കലാപ്രകടനങ്ങളും എല്ലാം അണിനിരക്കുന്ന ഒരുപക്ഷെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ ഉണ്ടാകുമല്ലോ, അതിന് സമാനമായിട്ടുള്ള ഒരു കൊച്ചു രാജ്യത്തിൻ്റെ തന്നെ ഒരു പരേഡ് തന്നെയായിരുന്നു ആ ഒരു രാജ്യത്തിൻ്റെ സമ്പന്നതയും സാംസ്കാരിക സമ്പന്നതയും അതുപോലെ തന്നെ സുരക്ഷയും എല്ലാം വ്യക്തമാക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. അത്തച്ചമയം ഈ ഒരു പണ്ട് കാലത്ത് ഈ 4 ദിവസം മുമ്പ് തന്നെ ഈ അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പെരുമ്പറ മുട്ടി വാദ്യമേളങ്ങൾ കൊട്ടി 4
4 ദിവസം ഈ കൊട്ടാരത്തിൻ്റെ 4 കവാടങ്ങളിൽ നിന്നും തുടങ്ങുന്ന ഒരു കൊട്ടി അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൊട്ടി അറിയിക്കൽ കഴിഞ്ഞ് തലേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ഉത്രത്തിലാണ് രാജാവിനെ ചമയങ്ങൾ അണിയിച്ചു കൊണ്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നത്. ഈ ഉത്രത്തിൽ രാജാവിനെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുകയും പിന്നീട് അന്നത്തെ ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സർവാഭരണ വിഭൂഷിതനാക്കുകയും ചെയ്യുകയും അങ്ങനെ ചെയ്ത് സൈന്യവും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമായി അത്തച്ചമയ ഘോഷയാത്ര നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സമ്പന്നത കൊണ്ട് തന്നെയാണ് ചമയം എന്നുള്ള പേര് തന്നെയായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തച്ചമയം ഒരുപാട് കുറച്ച് പുലികളുടെ കൂടെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആവേശം. അതെ, മിഥുനിലേക്ക് വരാം. കാര്യം ഈ കഥ ചരിത്രം കൊച്ചി രാജാവിന്റെ റിപ്പബ്ലിക് ഡേ പരേഡ് അല്ലേ, അതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാകുന്ന ഏറ്റവും നല്ല പ്രയോഗം എന്നുള്ളത്. നിഖിൽ, അവിടെ പുറകിൽ കാണുന്ന കുറച്ച് പുലികൾ റെഡിയാവുന്നത്, അതായത് ഓണാഘോഷം എന്ന് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ ആഘോഷങ്ങൾ അതിൽ കൂട്ടണമോ, എന്തൊക്കെ ആളുകളെ അതിൽ കൂട്ടണമോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് അല്ലെങ്കിൽ ഭംഗിയുള്ളത്, നമുക്ക് രസമുള്ളത് കൊച്ചി നഗരത്തിൽ പുലി ഇറങ്ങുന്നത് ഈ ഘോഷയാത്രയ്ക്കാണ്. ഓക്കെ, ആ പുലിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? പുലികളൊക്കെ എത്രത്തോളം റെഡിയായി? വീണ, അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പുലികൾ അടക്കമുള്ള, അതായത് ഇതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്താണ്. അതാ ഇപ്പോൾ നമ്മുടെ ഒരു പുലിയുടെ വേഷമിട്ടൊരു ചേട്ടൻ തന്നെയുണ്ട്. ചേട്ടാ, ഈ ഒരുക്കങ്ങൾ ഒരു ഫിനിഷിംഗ് പോയിന്റ് കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ആ മൂന്നാമത്തെ ഒരു ഘട്ടം, അതായത് ഒരു പുലീനെ ഫിനിഷ് ചെയ്യുന്ന 3 വട്ടമെങ്കിലും ചെയ്യണം. അതായത് ആദ്യം ഒരു സ്കെച്ച് വരച്ചു, പിന്നെ അത് അതിന് ജീവൻ കൊടുത്തു, പിന്നെ അതിൻ്റെ ഫിനിഷിങ് വരയ്ക്കുള്ളൂ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ ഒരു പുലിക്ക് നിൽക്കണം ഒരു ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ. അപ്പോൾ അത് അവസാനത്തെ മിനിക്ക് പണി കൂടി ഉണ്ട് എനിക്ക്. ബാക്കിയൊക്കെ പൂർത്തിയായി. എത്ര പുലികളുണ്ട് അവിടെ? ഈ അത്തച്ചമയത്തിന് 20 പുലിയുണ്ട്. ഇതിനു മുന്നേ അനവധി വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പേര് ഷാജി എന്നാണ്. അനവധി പ്രോഗ്രാമുകളും ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എന്താ പുലികളൊക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു വശത്ത് ഇപ്പം ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്കിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പുറത്തെ വശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുലികൾ, കുറേ അധികം പുലികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ കളറുകളിൽ ഓരോ തരത്തിലാണ് ഇത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിൽ. ചേട്ടാ, പകുതിയായിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിൽ ബാക്കി? ഭക്ഷണം വെച്ചിട്ടില്ല, അതല്ലേ തുടങ്ങാൻ പറ്റില്ല. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവരെന്തായാലും രാവിലെ മുതൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 മണിക്കൂറിന് മുകളിലാണ് ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം ആവശ്യമുള്ളത്. ഇവിടെയൊക്കെ കണ്ടതായിട്ടില്ലേ പുലികൾ ഇങ്ങനെ ഓരോ സ്റ്റേജാണ്. ഇത് ഒരു സ്റ്റേജ് പൂർത്തിയായി, മറ്റേത് അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ പുലികൾ വ്യത്യസ്ത രീതിയിലുള്ള പുലികൾ ഇങ്ങനെ ഇവിടെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പുലികൾ മാത്രം ഇപ്പം നമ്മൾ പ്രധാനമായി കാണുന്ന ഈ സ്ഥലത്ത് പുലികളാണ് ഒരുങ്ങുന്നത്. ബാക്കി ഈ സ്കൂളിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ആ ക്ലാസ് മുറികളിൽ അവിടെയൊക്കെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ, വേഷങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനവട്ട മിനുക്കുപണികളാണ് എല്ലാത്തിനും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു നമ്മുടെ പറഞ്ഞൊരു ഇതുണ്ട്, ഫിനിഷിംഗ് വർക്കാണ് ഇനി ആവശ്യമുള്ളത്. ലൈനിങ് ഇത് കണ്ടില്ല, ഇതിപ്പോൾ അതിൻ്റെ അവസാന വട്ടം പുള്ളിയുടെ ആ ഒരു പുള്ളി ഒക്കെ കുത്തുന്ന അവസാന വട്ട ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ചേട്ടാ, ഇനിയിപ്പോൾ മേത്ത് മുഴുവൻ ഇതേപോലെ പുള്ളി വരും. ഇതിനെ പുള്ളിപ്പുലി എന്നാണ് പറയുക. പുള്ളിപ്പുലിയാണ്. ഇതൊരു 7 വെറൈറ്റിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. 7 വെറൈറ്റിയാണ്. കളറുകളും പച്ച, നീല, വയലറ്റ്, അങ്ങനെ പുള്ളി വരയൻ, വെള്ളപ്പുള്ളി, വെള്ളവരയൻ, അതൊക്കെയാണ് നമ്മൾ. ബ്ലാക്ക്, കരിമ്പുലി ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ പുലികൾ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അവിടെ ഓരോ തെയ്യം അങ്ങനെയുള്ള പല കലാരൂപങ്ങളുടെ ഒക്കെ ഒരുക്കങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പുലികൾ രാവിലെ മുതൽ ഏകദേശം 3 മണിക്കൂർ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയാണ് ഇവർക്ക് ഈ ഒരുങ്ങാനുള്ള സമയമുള്ളത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവർ ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വേറൊരു പ്രശ്നം എന്നുള്ളത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇതിൻ്റെ പുറത്ത്, ഈ ഒരു ഓഡിറ്റോറിയത്തിന് പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നെങ്കിൽ ഈ പുലി വേഷമിടുന്നവർ അല്ലെങ്കിൽ ഇവരെ ഒരുക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്, മഴ പെയ്യുകയാണെങ്കിൽ ഈ പുലിക്ക് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ അവരുടെ ദേഹത്ത് ഉള്ള ഈ ഒരു ചായം ഇത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പുലികൾക്ക് മഴ ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഓരോ കലാരൂപങ്ങൾ, നേരത്തെ പറഞ്ഞ ഓരോ കലാരൂപങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പടയണി
ഒരുങ്ങിയിട്ടുണ്ട്. പടയണി ഇത് ഓതറ പടയണിയാണ്, തിരുവല്ല ഓതറ പടയണിയാണ്. അത് അതിൻ്റെ അവസാന വട്ട ഒരുക്കങ്ങൾ അതും പൂർത്തിയായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ അധികം കലാരൂപങ്ങൾ, നമ്മളുടെ പ്രാചീന കലാരൂപങ്ങൾ അടക്കം കുറേ അധികം കലാരൂപങ്ങൾ ഇവിടെ ഈ നിഖിൽ, അപ്പോൾ നാടെമ്പാടും കൊച്ചി തമ്പുരാന്റെ നാട്ടുരാജ്യത്തിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ കലാരൂപങ്ങൾ അടക്കം ആണ് അവിടെ. അപ്പൊ മിഥുൻ അയ്യപ്പൻ പറഞ്ഞതിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. റിപ്പബ്ലിക് ഡേ പരേഡ് കൊച്ചി രാജാവ് വ്യത്യസ്തമായി ഇതിൽ സമ്മാനമുണ്ട്. മികച്ച കലാരൂപങ്ങൾക്ക് സമ്മാനം ലഭിക്കും എന്നുള്ളത് കൂടിയുണ്ട്. റിപ്പബ്ലിക് ഡേ ഉണ്ട് സമ്മാനം, മികച്ച ഫ്ലോട്ടിന് സമ്മാനമുണ്ട്.